ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ് യോഗ്യതയിൽ എങ്ങനെയാണ് ഒരു കേന്ദ്ര സർക്കാർ ജോലി നേടിയെടുക്കാൻ കഴിയുക. അങ്ങനെ സ്വപ്നം കാണുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. എന്താണ്, നമ്മളൊരു 10ാം ക്ലാസ് യോഗ്യതയുള്ളവരാണ്, തുടർ പഠനമൊന്നും നമുക്ക് നടന്നില്ല, എന്നിരുന്നാലും എനിക്ക് ഇപ്പോൾ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, എനിക്കൊരു കേന്ദ്ര സർക്കാർ ജോലി നേടിയെടുക്കണമെന്നും ആഗ്രഹമുണ്ട്. അങ്ങനെയെങ്കിൽ MDS ഇതാ വന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് പഠിക്കാം, ജോലി നേടിയെടുക്കാം. അപ്പോൾ 10ാം ക്ലാസ് യോഗ്യതയിൽ നേടിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും അടിപൊളി ഒരു ജോലിയാണ് എന്ന് പറയുന്നത് ഈ MDS എന്ന് പറയുന്നത്. SSC ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അപ്ഡേഷൻ പറയാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ എക്സാമിന്റെ ഡേറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്ന് മുതലാണ് നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. അതായത് 26/6/2025 മുതൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. വ്യാഴാഴ്ചയാണ് അന്ന് മുതൽ അപ്ലൈ ചെയ്യുന്നത്. ഇത് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 24/7/25 വരെയാണ്. അപ്പോൾ ആരും തന്നെ ലാസ്റ്റ് മിനിറ്റിലേക്ക് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ആൻഡ് ദെൻ ആ ഒരു ടൈം പീരീഡിൽ തന്നെ കറക്റ്റായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യണം. ഒന്നിലേക്കും പിന്നിലേക്ക് നിൽക്കരുത്. പിന്നെ ആകട്ടെ, ആ പിന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നേ എടുത്തു മാറ്റേണ്ടത്. ആ പിന്നെ മാറ്റി ഇപ്പോൾ ഇന്ന് ആക്കി കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്താണ്, പകുതി വിജയിച്ചു എന്നാണ് അർത്ഥം. ആൻഡ് ദെൻ ഇത്തരത്തില് നമ്മുടെ എക്സാം വരുന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025 സെപ്റ്റംബർ 20 മുതൽ ഒക്ടോബർ 24 ആ ഒരു ടൈം പീരീഡിൽ തന്നെ എന്ത് വരും, എക്സാമുകളും വരുന്നതാണ്. ഈ SSC എക്സാമുകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് എന്താണ്, ആപ്ലിക്കേഷൻ ഡേറ്റ് വരുന്നു, ആൻഡ് ദെൻ എക്സാം ഡേറ്റ് വരുന്നു, എക്സാം വരികയാണ്, ആൻഡ് ദെൻ പെട്ടെന്ന് തന്നെ എന്ത് വരും, റിസൾട്ടും വരും. ആൻഡ് ദെൻ വേക്കൻസി ഫിൽ ആവുന്ന കാര്യത്തിലും വളരെ പെട്ടെന്നാണ്. നമുക്കറിയാം ഏകദേശം 11,000-ഓളം വേക്കൻസികളായിരുന്നു കഴിഞ്ഞ വർഷം നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്ത വേക്കൻസികൾ ഫില്ല് ചെയ്യപ്പെട്ടോ? അതെ, ഫില്ല് ചെയ്യപ്പെട്ടു. അതുകൊണ്ടാണ് എല്ലാ വർഷവും എന്ത് ചെയ്യുന്നത്, MDS വിളിക്കുന്നത്. ഇത്തരത്തിൽ വേക്കൻസികൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് സ്ഥിരമായിട്ട് ഇത് ഇയർ ബൈ ഇയർ വിളിക്കുന്നതും അതനുസരിച്ച് എക്സാം നടക്കുന്നതും ഓരോരുത്തരും ഇതിലേക്ക് എന്താണ് എത്തപ്പെടുന്നതും. ജോലി കിട്ടി എന്ത് ചെയ്യുന്നു, അവര് 1 by 1 ആയിട്ട് ഉയർച്ചയിലേക്കല്ലേ. നമുക്കൊരു ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യാണ്. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഉയരുകയാണ്. അപ്പൊ നിങ്ങൾക്കും ഇത്തരത്തിൽ എന്താണ് ലൈഫിൽ ഒരു ചേഞ്ച് വരുത്തണം. ഞാൻ ഈ പോകുന്ന മോഡിൽ പോയാൽ പോരാ, ഉടനെ തന്നെ എനിക്കൊരു ലൈഫ് ചേഞ്ച് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 10ാം ക്ലാസ് മാത്രമേ നിങ്ങൾക്ക് യോഗ്യതയുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു അവസരം വളരെ നന്നായിട്ട് വിനിയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും കേന്ദ്ര സർക്കാർ ജോലി നേടാവുന്നതാണ്. അപ്പോൾ എല്ലാവരെയും പോലെ പഠിച്ചാൽ, വെറുതെ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ നേടിയെടുക്കാൻ പറ്റുമെന്ന് പറയുന്നില്ല. എങ്ങനെ പഠിക്കണം, നമ്മളെപ്പോലെ തന്നെ എല്ലാവരും പഠിക്കുകയാണ്. അങ്ങനെയല്ല, നമ്മൾ സിസ്റ്റമാറ്റിക് വേയിൽ പഠിക്കണം അല്ലേ. നമുക്ക് ജോലി കിട്ടണമെങ്കിൽ അതിനൊരു പഠന രീതിയുണ്ട്. ആ ഒരു രീതിയിൽ തന്നെ പഠിക്കണം. അങ്ങനെ നന്നായിട്ട് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കും ഈ ഒരു ലിസ്റ്റിൽ ഇടം നേടാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ എന്താണ്, എനിക്ക് 10ാം ക്ലാസ് യോഗ്യതയുണ്ട്, ഞാൻ 10th പാസ്സായ ഒരാളാണ്, ആൻഡ് ദെൻ അതുപോലെ തന്നെ എന്താണ്, എനിക്കൊരു ജോലി വേണമെന്നുള്ള ആഗ്രഹമുള്ള ആളാണ്. 10th പാസ്സായിക്കോട്ടെ, +2 പാസ്സായിക്കോട്ടെ, ഡിഗ്രി പാസ്സായിക്കോട്ടെ, ഇതല്ല, നമുക്കൊരു ജോലി വേണം എന്നുള്ളത് ആത്മാർത്ഥമായി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു കാര്യമാണ്. ഇത്തരത്തിൽ നമുക്ക് എന്താണ്, ജോലി വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, അതുപോലെ തന്നെ പഠിക്കണം അല്ലെങ്കിൽ പഠിക്കാം എന്ന ചിന്ത നിങ്ങൾക്കുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മളോടൊത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. MDS നിങ്ങൾക്ക് സുഖമായി നേടിയെടുക്കാം. ഓക്കെ, അപ്പൊ 2025 SSC MDS ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് കോഴ്സ് ഉണ്ട്. അപ്പൊ ഈ ഒരു കോഴ്സ് എന്താണ്, ജോയിൻ ചെയ്ത് നിങ്ങൾക്കും ശരിയായ രീതിയിൽ പഠിച്ച് ഇത് നേടിയെടുക്കാവുന്നതാണ് കേട്ടോ. ആൻഡ് ദെൻ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് നമുക്ക് നമ്മുടെ കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുക നോക്കാം നമുക്ക്. ആൻഡ് ദെൻ ഫുൾ സിലബസ് കവറിങ്, അതായത് ഒരുപാട് എക്സാംസുകൾ അവൈലബിൾ ആണ് അല്ലേ. അത് SSCയുടെ തന്നെ പലതരത്തിലുള്ള പരീക്ഷകളുണ്ട്. ഇവയ്ക്കെല്ലാം എന്താണ്, സിലബസ് വ്യത്യാസമുണ്ട്. ഈ സിലബസിനെ അറിഞ്ഞ് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്താണ് ആവശ്യം, നമുക്ക് ഇംഗ്ലീഷ് ആണോ, നമുക്ക് അരിത്തമെറ്റിക് ആണോ, നമുക്ക് GK ആണോ, GKയിൽ തന്നെ ഈ മേഖലയിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ ഈ മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ വരാറില്ല. അപ്പോൾ ആവശ്യമില്ലാത്തത് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. മെയിൻലി നമ്മൾ എന്താ ചെയ്യേണ്ടത്, കറക്റ്റായിട്ട് സിലബസ് ബേസ്ഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ് നമ്മുടെ കോഴ്സുകൾ മുന്നോട്ട് പോകുന്നത്.
ഇനി ലൈവ് റെക്കോർഡഡ് ക്ലാസ്സസ് 10th മുതൽ അപ്ലൈ ചെയ്യാം എന്നുള്ളത് കൊണ്ട് 10th പാസ് ആയിട്ടുള്ളവർക്ക് മുതൽ അപ്ലൈ ചെയ്യാം എന്നുള്ളത് കൊണ്ട് ഇപ്പൊ എന്താണ് 18 വയസ്സായിട്ടുള്ള കുട്ടികൾ വരെ എന്ത് ചെയ്യും, ഉറപ്പായിട്ടും ഇതിന് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ പഠിക്കുന്ന കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, ആരോ ആയിക്കോട്ടെ, അവർക്ക് ലൈവ് സെഷൻ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഓക്കെ, ലൈവ് ഉണ്ട്, അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ആൻഡ് ദെൻ എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ PYQ ക്വസ്റ്റ്യൻ എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് പലതവണ നമ്മൾ പല എക്സാമുകളിലൂടെയും തെളിയിച്ചതാണ്. PYQ സെറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയും നമ്മൾ പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സെയിം പക്ക അതേ ചോദ്യം എന്നല്ല, എന്താണ് അതേ ചോദ്യങ്ങൾ ആവർത്തിക്കുന്ന സമയങ്ങളും ഉണ്ട്. അതല്ലാണ്ട് ആ ഓപ്ഷൻസ് ലിസ്റ്റിൽ വരുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഓപ്ഷനുകൾ പിന്നീട് ഉത്തരങ്ങളായി വരാം. അപ്പൊ എന്ത് ചെയ്യുക, ചോദ്യ പേപ്പർ അനലൈസ് ചെയ്യുക, ഫുള്ളി അനലൈസ് ചെയ്യുക. 100 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 50 ചോദ്യങ്ങൾ 50 ഉത്തരങ്ങളല്ല, 50 ചോദ്യങ്ങളിലൂടെ എന്ത് ചെയ്യുക, ഒരുപാട് ഉത്തരങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ പഠിച്ചെടുക്കുക. ഈ ഒരു വേ ആണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലായോ എന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. നമ്മുടെ ഒരു വീക്ക് പോയിന്റ് എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. എനിക്കിത് മാത്സ് ആണ് പാട്, എനിക്ക് അവിടെ സ്കോർ ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ എന്താണ് എനിക്ക് അരിത്തമെറ്റിക് സീക്വൻസ് അവിടെയാണ് എനിക്ക് പാടായിട്ട് അനുഭവപ്പെടുന്നത്. അതിനെ നീക്കി വെച്ചിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം, അതിനെ നമ്മൾ ആ ഒരു വീക്ക് പോയിന്റിനെ മനസ്സിലാക്കി അതിനെ എന്ത് ചെയ്യണം, നമ്മുടെ സ്ട്രെങ്ത് ആയിട്ട്, നമ്മുടെ സ്ട്രോങ് പോയിന്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനെന്ത് ചെയ്യണം, മോക്ക് ടെസ്റ്റ് നടത്തി അതിനെ അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് ഏതാ വീക്ക് എന്ന് മനസ്സിലാക്കി അതിന് നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്നതായിരിക്കും. പിന്നീട് നമ്മുടെ ഫാക്കൽറ്റിയുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളോടൊത്ത് നിന്ന് നിങ്ങളുടെ വീക്ക് പോയിന്റും നിങ്ങളുടെ സ്ട്രെങ്തും എല്ലാം മനസ്സിലാക്കി പക്ക മോട്ടിഫിക്കേഷനൊക്കെ തന്ന് എന്താണ് നിങ്ങളോടൊത്തു ചേർന്ന് പഠിപ്പിക്കുന്ന അധ്യാപകരാണ് നമുക്ക് ചുറ്റുമുള്ളത്. നോക്കാം, നമുക്ക് അടുത്ത പോയിന്റ് എന്താണ്, നമുക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് അവൈലബിൾ ആണ്. അതായത് നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സസ് കാണുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പഠിക്കുന്നതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡൗട്ടുകൾ വരാം. ആ ഡൗട്ടുകളെ എന്താണ് ഒരു ഓഫ്ലൈനിലാണെന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ ക്ലിയർ ചെയ്യാമല്ലോ, അല്ലെങ്കിൽ ഇത് ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എപ്പോഴാണോ ഒരു ഡൗട്ട് ഉണ്ടാകുന്നത് അപ്പോൾ തന്നെ നിങ്ങളുടെ മെന്ററിനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ആ ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. ആൻഡ് ദെൻ അഫോർഡബിൾ ഫീ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ്, വളരെ ചെറിയ കുട്ടികൾ മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡിഗ്രിക്ക് പോകുന്ന കുട്ടികൾ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രൊഫഷൻ അല്ലാതെ കോഴ്സുകളിൽ ജോയിൻ ചെയ്ത കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഒരു 18 വയസ്സിൽ 19 വയസ്സിൽ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് എന്താണ് വലിയ ഒരു എമൗണ്ട് തന്നിട്ട് ഫീസ് തന്ന് പഠിക്കുന്ന ഒരു മാർഗം ഉണ്ടാകണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവർ പഠിക്കേണ്ട എന്നാണോ അർത്ഥം? അല്ല. അതുകൊണ്ട് തന്നെയാണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മുടെ ഈ ഒരു MTS കോഴ്സ് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്ത് പഠിക്കാനുള്ള സാഹചര്യം തന്നെയാണ് ഒരുക്കുന്നത്. അപ്പോൾ നമ്മുടെ കോണ്ടാക്ട് നമ്പർ ഇതാണ്. നിങ്ങൾക്ക് ഫർദർ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണം, കോഴ്സിന്റെ ബാക്കി തുടർന്നുള്ള കാര്യങ്ങൾ അറിയണം, ഫീസ് സ്ട്രക്ചർ അറിയണം, ഇങ്ങനെയുള്ള എന്ത് കാര്യത്തിനും നമ്മുടെ ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് പറഞ്ഞ് ഫുൾ സപ്പോർട്ട് തരാൻ നമ്മുടെ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആരും തന്നെ ഈ ഒരു അവസരം മിസ്സാക്കരുത്. MTS എക്സാം നിങ്ങൾക്കുള്ളതാണ് എന്ന ചിന്തയോടുകൂടി തന്നെ ഇതിലേക്ക് ഇറങ്ങുക, പഠിക്കുക, കേന്ദ്ര സർക്കാർ ജോലി നേടിയെടുക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.